കാടും മലയും താണ്ടി പുതിനയിലായത് അറിയില്ലേ. എന്താടി പോരി നല്ല ഡബ്ബറിങ്ങാണ് കേട്ടോ. ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ? 1.5 കിലോമീറ്റർ അല്ലേ? 1.5-2 കിലോമീറ്റർ നടക്കാണ്ട് അവിടെ. ചാടക ചോട്ടി പച്ചമ പിടിച്ചോളി എല്ലാരും. ഒരു കെട്ട് കവറ് എടുത്തിക്കണ. പക്ഷെ ഇടിച്ചിട്ട് കാര്യം ഛർദിച്ചാ മുട്ടി നിക്കണ്ട. അപ്പൊ ഒരു സേഫ്റ്റിക്ക് എടുത്തു കേട്ടോ. അപ്പൊ നമ്മള് KSRTCക്കാ പോണ്. കാലിക്കറ്റാ പോണത്. കാലിക്കറ്റ് ഫുൾ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഫാമിലി ആയിട്ട് പോവാണ്. ഗുളിക കുടിച്ചു എന്നിട്ടും കവർ വേണമെന്നാ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും പോണ വീഡിയോ കാണാറേ. പിന്നെ എന്തായാലും പോണ വീഡിയോ കാണാം. ഞങ്ങൾ പുറത്തിറങ്ങി. ഇവിടെ ഓരോരുത്തർ ഷാള് ശരിയാക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇവിടെ മീൻ വണ്ടിയൊക്കെ രാവിലെ 6 മണിക്ക് അല്ലേ? 6 മണിക്കൊക്കെ നീച്ചൽ ഇവിടെ എല്ലാവരും നീച്ചും. മീൻ വാങ്ങും. അജ്മോളുണ്ടോ? അജ്മോളൊക്കെ അങ്ങനെ ഉണ്ട് ഗൈസ്. അപ്പം ഇനി കുറച്ച് ആൾക്കാരും കൂടി വരാനുണ്ട്, കുറച്ച് ടീംസും കൂടി ഉണ്ട്. ഞങ്ങളോട് നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിക്ക് കാത്തു നിൽക്കുകയാണ്. ഇവിടുന്ന് പിന്നെ മലപ്പുറത്തേക്ക് പോകണം. മലപ്പുറത്ത് നിന്ന് പിന്നെ ഞങ്ങൾ KSRTCക്ക് പോവാന്ന് പ്ലാൻ ചെയ്തിരിക്കണു. അതാ മുന്നിക്ക് മണ്ടണു. ഓരോരുത്തർ കുളിച്ച് മാറ്റി ഷർട്ടൊക്കെ ഇവിടുന്നാണ് ഇടേണ്ടത്. പോരമളെ ഇവിടെ സെറ്റാണ്. ബസ് കയറി ഇവിടെ ഓരോരുത്തർ ഉറങ്ങുന്നതും ബാക്കി പരിപാടികളൊക്കെ കാണാം. കുട്ടി ഉണ്ട് എന്നുള്ള ചിന്ത ഒന്നുമില്ല. ചെറുക്കനെ ബാക്കിൽ ചെക്കനെ ഉണ്ട്. എല്ലാവരും നടന്നു വരുന്നു. ഞങ്ങൾ കാലിക്കറ്റ് എത്തി. ബസ് സ്റ്റാൻഡിലാണ്. എല്ലാവരും ഇവിടെ ഹാജറാണ്. അവിടെ ഒരാൾക്ക് തൊപ്പിട്ട് കാണിക്കുന്നു. നിങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഗൈസ്. ടീച്ചർക്ക് ഇടങ്ങാറായിക്കണു ഗൈസ്. എന്ത് കൂട്ടി ഇടങ്ങാറായോ പശുണി? ഞങ്ങളിനിപ്പോൾ ഇരിയത്തുംപാറ പോവാണ്. 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. നമ്മൾ പോകുന്നത് തന്നെ 1.5 മണിക്കൂർ യാത്ര ഇതാക്കിയിട്ടാണ്. പിന്നെ ഇപ്പോഴും പോകുന്നത് 1.5 മണിക്കൂർ യാത്ര തന്നെയാണ്. മറ്റും കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോവാണ് ഗൈസ്. എന്തായാലും ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഫോണിൽ ചാർജ് ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ എത്തിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കേണ്ടി വരും. അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഗൈസ് ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ കുറച്ച് ആൾക്കാർ സീഡിച്ചിരിക്കുകയാണ്. എന്താണ് ഗൈസ്? തോണിക്കല്ല് എന്താ? തോണിക്കടവാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിട്ട് നിൽക്കണത്. ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മളിവിടെ തോണിക്കല്ല് എന്താ നമ്മളിവിടെ തോണിക്കടവ് ഇറങ്ങിയിട്ട് അവിടെ 1 കിലോമീറ്റർ നടക്കാണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നടന്നു നോക്കാം കേട്ടോ. കുഞ്ഞാപ്പി പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സെറ്റാണ്. ഇവിടെ സേഫാണ്. എന്തായാലും ബാക്കിൽ കുറച്ച് ടീംസൊക്കെ നടന്നു വരുന്നു. എന്നാലും കുറച്ച് നടന്നു നോക്കാം അല്ലേ? ഉണ്ടോ? അടിപൊളി സ്ഥലം ഗൈസ്. ഇവലൊക്കെ എത്തി ഗൈസ്. നമ്മൾ പറഞ്ഞ കരിയത്തുംപാറ ഏകദേശം എത്തിക്കണം. നമുക്ക് ആയിക്കൂടെ തോന്നുന്നുണ്ട്.
നല്ല രസമുള്ള. ഇവിടെ കൊക്കോന്റെ ചെടിയൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. എല്ലാ വീട്ടിലും ഉണ്ട് ഓരോ കൊക്ക ചെടി. അതിന് നല്ല ഉണ്ടേങ്കിലേ. ആ ഉണ്ടേ. ഇതാണ് കരിയത്തുംപാറ എന്ന് തോന്നുന്നു അല്ലേ? അവിടെ ധാരാളം മീൻ പിടിക്കുന്നു. ഇതിൽ മീനുണ്ടെന്നാ തോന്നുന്നുണ്ട്. ഏകദേശം നമ്മളവിടെ എത്താനായി കഴിഞ്ഞ് ആയിക്കൂടെ എങ്ങനെ ഇറങ്ങാന്നാണ് അറിയില്ല. നമുക്ക് നോക്കാം. മാലക്കർമ്മത്തിയോ? ആ കൊമ്പുമ്മ തോന്നിക്കണ കർമ്മത്തിലേ. റേഞ്ചില്ലേ? ഞങ്ങളിവിടെ എത്തി. പൊളി സ്ഥലാണ്. ഇവിടെ ഒരാളിതാ ഫോട്ടോഷൂട്ടിലാണ്. എന്തൊക്കെ കാട്ടുണ്ട് നോനെന്നെ അറിയണില്ല. അപ്പൊ അതാണ് നമ്മളെ കരിയെത്തുംപാറ. ചാടക ചോട്ടി പച്ചമ പിടിച്ചോളി എല്ലാരും. ഇവിടെ കൊരങ്ങന്മാരെ മാറി ഓരോരുത്തർ കേറുക, മറ്റൊരു കേറാൻ നിക്ക. അവിടെ ഓരോരുത്തർ സെൽഫി എടുക്കല്. വന്നപ്പോ തന്നെ സെൽഫി എടുക്കലാ. അതാണ് ഗൈസ് കാലിക്കറ്റുള്ള കരിയെത്തുംപാറ. ഇവിടെ വെയിലൊന്നും ഇല്ലാത്തോണ്ട് വലിയ അറിയില്ലേ. രണ്ട് തെണ്ടികൾ ഫോട്ടോ എടുത്ത് മരിച്ചാണ്. ബാക്കിയുള്ളവർക്കൊന്നും എടുത്തരാൻ കഴിവില്ല. അതാ ഈ പ്ലേസ് ഇങ്ങനെയാണ് വരുന്നത്. അവിടെയൊക്കെ കാണാനുണ്ട്. നമ്മളിതാ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കണേ. കാണില്ല. ഫോട്ടോ അവിടെ പൊളി കല്ലാകാണ്. ശ്രദ്ധിക്കുമ്പോൾ നടക്കുക. ഇങ്ങോട്ട് വരുന്നവർ ഇതുപോലെ കുട്ടികളൊക്കെ കൊണ്ടുവരാണെങ്കിൽ കുട്ടികളെ കൈ പിടിച്ച് നിർത്തുക. ഓ പൂവേറ്റ് വന്നിക്കണ എൻ്റെ കുട്ടി. നിലത്ത് നിർത്തിയാണെങ്കിൽ രണ്ടാളും ഇവിടെ എവിടെയും ചെരുപ്പൂലിടാം കേട്ടോ. ഇവിടെ ചെരുപ്പൂലിടാം. ഞങ്ങൾ മണൽ കൂടി നടക്കുകയാണ് ഗൈസ്. കാണിച്ചു തരാം കേട്ടോ. പിന്നെ അവിടെ പോയിട്ടൊരു വീഡിയോ എടുക്കണം എന്ന് കരുതുന്നു. അയ്യോ ഫുള്ള് എന്ത് കല്ലുകളാണ് ഗൈസ്. മറ്റുള്ള ഭയങ്കര കുറുമ്പാട്ടിലാണ്. അപ്പൊ ഞങ്ങള് ഇനി അവർക്കൊക്കെ പോവണം എന്നുണ്ട്. നോക്കട്ടെ, വീഡിയോസൊക്കെ എടുക്കണം. അടിപൊളി പ്ലേസാണ് ഗൈസ്. ഞങ്ങൾ കാടും മലയും താണ്ടി പുതിനയിലായത് അറിയില്ലേ. ഞങ്ങൾ പോവാണ് ഗൈസ്. ഇവിടേക്ക് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പൊ ഞങ്ങള് ഇവിടെ ചാടാൻ വേണ്ടി പോവാണ് ഗൈസ്. മോളെ എല്ലാരും ഇറങ്ങിക്കണോ. ഇവിടെ ഓരോരുത്തർ വികിച്ചലായി, ഡ്രസ്സൊക്കെ നനയിലായി. എന്റെ പാൻറ് മാത്രം നഞ്ഞിട്ടുള്ളൂ. കുപ്പായത്തിന് ഒരു കുഴപ്പമില്ല. ഇമ്മ അപ്പൊ ഇവിടെ ഓരോരുത്തർ വള്ളത്തിൽ കളിച്ചണോ. അടിപൊളി പ്ലേസ് ആണ് നമ്മളെ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കും. ഫോണിൽ എനിക്ക് ഒരു തുള്ളി ചാർജില്ല. ഓള് വീണു ഗൈസ്, വെള്ളത്തിൽ വീണു ഗൈസ്. ഫുഡ് കഴിക്കാൻ വന്നതാണ് ഗൈസ്. ആദ്യക്കുട്ടി ഇവിടെ ഇറങ്ങുകയാണ് ഗൈസ്. ഇപ്പം ഞങ്ങൾ കരിയെത്തുംപാറയിൽ ഞങ്ങൾ റിട്ടേൺ അടിക്കുകയാണ്. ഇനി നേരെ ബീച്ചിക്കാണ് പരിപാടി. അപ്പോൾ രണ്ട് കണ്ണട്ടന്മാർ പൈസ അടിക്കി. എന്താടി പോരി നല്ല ഡബ്ബറിങ്ങാണ് കേട്ടോ. ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ? 1.5 കിലോമീറ്റർ അല്ലേ? 1.5-2 കിലോമീറ്റർ നടക്കാണ്ട്. അവിടുന്ന് ഇതേപോലെ തന്നെ ഞങ്ങൾ നടന്നത്. 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കാലിക്കറ്റ് തിരിച്ചെത്തിക്കണം. ഇനി ഇവിടുന്ന് ഞങ്ങൾ ബീച്ചിൽ പോകുന്ന പ്ലാനിങ്. എല്ലാവർക്കും സെറ്റായ ഞങ്ങൾ പോകും അല്ലെ കുഞ്ഞാപ്പിയ? എന്തോ കളിച്ചു. ഓരോരുത്തരും പല വഴിക്കാണ് ഓരോരുത്തരും പോണതില്ലേ. ഞോല് വന്നിട്ട് ബീച്ചിലത്തെ
ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ ബീച്ചിൽ പോകും ഗൈസ്. നമ്മൾ ബീച്ചിലെത്തി ഗൈസ്. അച്ഛനോടെ പിന്നെ കാറുണ്ട് കളിക്കുണ്ട്. ഇന്നത്തെ പെൻഷൻ 3 കളിക്കൂടി കിളിക്കൂടി. ഗൈസ് പെട്ടു ഗൈസ്. ഇവിടെ പെട്ടോ ബസ്സില്ല. ആകെ പെട്ടിട്ടുണ്ട്. ആൾക്കാരെ മാറി രണ്ടാമത്തെ ദിവസത്തെ നമ്മളെന്ത് ചെയ്യും അല്ലയ്യ. വേണ്ട കണ്ടക്കണോ ഞാൻ നമുക്ക് പിന്നെ വീഡിയോ ചെയ്ത് കൊടുക്കാം. വാ വാ. നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ബസ്സിൽ കയറി പോകും ഗൈസ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ.